ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ റെട്രോ സിന്തറ്റിക് അനാലിസിസിന്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെട്രോ സിന്തസിസില് ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെട്രോ സിന്തസിസിൽ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ സിന്തസിസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഗൈഡ് ലൈൻസ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതില് നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിൽ വരുന്ന ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പൊ ബെൻസീൻ റിംഗിൽ പല സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആരോമാറ്റിക് റിംഗിൽ സബ്സ്റ്റിറ്റ്യൂൻസ് വരുമ്പോൾ നമുക്ക് പല ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. ഫിനോളിക് OH അതായത് റിംഗിലോട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തേക്കണം OH ഉണ്ട്. പിന്നെ ആൽക്കോക്സി ഗ്രൂപ്പ് ഉണ്ട്, OR ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അമിനോ ഗ്രൂപ്പ് NH2, അത് തന്നെ പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം, ടെർഷ്യറി ആവാം. മീത്തൈൽ ഗ്രൂപ്പ് R ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് കാറ്റഗറിയിൽ വരുന്ന. നൈട്രോ ഗ്രൂപ്പ്സ്, ആൽഡിഹൈഡ് CHO, പിന്നെ കീറ്റോ ഗ്രൂപ്പ്സ് COR, എസ്റ്റർ COR, ആസിഡ്സ് ബെൻസോയിക് ആസിഡ് പോലെയൊക്കെയുള്ള COH കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ്. പിന്നെ നൈട്രൈൽസ്, സൈനൈഡ് CN എന്ന് പറയുന്നത്. പിന്നെ ട്രൈഫ്ലൂറോ മീതൈൽ, ട്രൈഫ്ലൂറോ ക്ലോറൈൽ, ട്രൈബ്രോമോ മീതൈൽ, അങ്ങനെ പല ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. പക്ഷെ ഈ സബ്സ്റ്റിറ്റ്യൂൻസിന്റെ നേച്ചർ പലതും ഡിഫറെന്റ് ആണ്. അതായത് നമ്മുടെ ഗ്രൂപ്പിലോട്ട് നമ്മുടെ ബെൻസീൻ റിംഗ് എന്ന് പറയുന്ന ജനറലി ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ജനറലി ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് കാണിക്കുന്നത്. അതായത് ആ ബെൻസീൻ റിംഗിലുള്ള റിംഗിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം വരും. അപ്പൊ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്ത് ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് ആണോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? ജനറലി ആരോമാറ്റിക് കോമ്പൗണ്ട്സ് തരുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. കാരണം നമ്മുടെ ആരോമാറ്റിക് റിംഗ്, ആ ബെൻസീൻ റിംഗ് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട് ആയിരിക്കും ഈ റിംഗിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ജനറലി ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത. ഇനി ഈ റിംഗിൽ ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ആ റിംഗിലുണ്ട്. നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റിനെ ആ റിംഗിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് എവിടെ വന്ന് റിംഗിൽ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് ആ ഓൾറെഡി ആ റിംഗിൽ പ്രസന്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂന്റ് ഓൾറെഡി പ്രസന്റ് ഇൻ ദ ബെൻസീൻ റിംഗ് വിച്ച് ഡിസൈഡ്സ് വിച്ച് ഡയറക്ട്സ് ദ സെക്കൻഡ് ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ ടു ദ ആരോമാറ്റിക് റിംഗ്. അപ്പൊ അത് എങ്ങോട്ട് പോകണം, രണ്ടാമത് വരുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് എങ്ങോട്ട് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ റിംഗിൽ ഓൾറെഡി ഉള്ള ആ സബ്സ്റ്റിറ്റ്യൂന്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂന്റ് ചില പ്രത്യേകതയുണ്ട്. കാരണം ഈ ചില സബ്സ്റ്റിറ്റ്യൂൻസ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സബ്സ്റ്റിറ്റ്യൂൻസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അതായത് ദേ പുഷ് ഇലക്ട്രോൺസ് ഇൻ ടു ദ ബെൻസീൻ റിംഗ്. അപ്പൊ അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. റിംഗ് ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആണ്, ആ റിംഗിലോട്ട് വീണ്ടും ഇലക്ട്രോൺസ് കൊടുക്കും, ഡൊണേറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂൻസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ വിൽ ഡയറക്ട് ദ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ ഐദർ ടു ദ ഓർത്തോ പൊസിഷൻ ഓർ ടു ദ പാരാ പൊസിഷൻ. അവരിയ്ക്കുന്നതിന്റെ ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ പാരാ പൊസിഷൻ, അതായത് സെക്കൻഡ് കാർബൺ അല്ലെങ്കിൽ ഫോർത്ത് അതിലോട്ടാണ് അത് ഡയറക്റ്റ്. ഇപ്പൊ ഓൾറെഡി അറ്റാച്ച് ചെയ്ത സബ്സ്റ്റിറ്റ്യൂന്റിലുള്ള കാർബൺ നമ്പർ 1 എന്ന് അത് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് വരുമ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാർബണിലോട്ടായിരിക്കും, അതിനെ ഓർത്തോ പൊസിഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നാലാമത്തെ കാർബൺ, അതായത് പാരാ പൊസിഷൻ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പൊസിഷനിലോട്ടായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്, അതിനെ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് റിംഗിലുള്ളതെങ്കിൽ ദേ വിൽ ഡയറക്ട് ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ ഐദർ ടു ദ ഓർത്തോ പൊസിഷൻ ഓർ ദി പാരാ പൊസിഷൻ. ഓക്കെ, അപ്പൊ അതിന് ആ ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂൻസ് നമ്മൾ വിളിക്കുന്ന ഓർത്തോ പാരാ ഡയറക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയും. ഏതൊക്കെയാണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനോളിക് OH, പിന്നെ ഇത് ആൽക്കോക്സി ഗ്രൂപ്പ് OR, അമിനോ ഗ്രൂപ്പ്സ് NH2, അത് സെക്കൻഡറി ആവാം, ടെർഷ്യറി പ്രൈമറി ഒക്കെ ആവാം, ആൽക്കൈൽ ഗ്രൂപ്പ്സ് R അല്ലെങ്കിൽ ഈതൈൽ ഗ്രൂപ്പ്സ്, ഇതെല്ലാം ഓർത്തോ പാരാ ഡയറക്റ്റിക് ആണ്. അപ്പോൾ ഈ ഗ്രൂപ്പ്സ് ആരോമാറ്റിക് റിംഗിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് വരുമ്പോൾ അത് ഇതിന്റെ ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ പാരാ പൊസിഷനിലോട്ടായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവരെയാണ് നമ്മൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഓർത്തോ പാരാ ഡയറക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി മെറ്റാ ഡയറക്ടേഴ്സ് ഉണ്ട്. മെറ്റാ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അതായത് അവർ റിംഗിൽ നിന്ന് ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് മെറ്റാ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ അത് എന്ത് ചെയ്യും, ഈ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ദേ വിൽ ഡയറക്ട് ദ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ ടു ദ
മെറ്റാ പൊസിഷൻ അവരിയ്ക്കുന്നതിന്റെ മൂന്നാമത്തെ കാർബണിലോട്ട്, അതായത് മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും അവർ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, ബിക്കോസ് ദേ ഡിക്രീസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ദി ബെൻസീൻ റിംഗ്. അപ്പൊ ആ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള ഈ ചാൻസ് കുറവാണ്, അത് ഈൽഡ് കുറവായിരിക്കും. ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ ദേ വിൽ ഇൻക്രീസ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ദ ബെൻസീൻ റിംഗ്, സോ ദാറ്റ് വിൽ ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് ദ റിയാക്ഷൻ. നേരെ മറിച്ച് ഇതാണെങ്കിൽ ഈൽഡ് കുറയ്ക്കും. അപ്പൊ അതാണ് ഈ മെറ്റാ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടാമത്തെ വരുന്ന ന്യൂക്ലിയോഫൈലിന് അത് സെക്കൻഡ് പൊസിഷൻ, നമ്മുടെ തേർഡ് പൊസിഷൻ, അതായത് മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ മെറ്റാ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നൈട്രോ ആണ്, ആൽഡിഹൈഡ് CHO, കീറ്റോ ഗ്രൂപ്പ്സ്, എസ്റ്റർ, ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, നൈട്രൈൽ, CF3, മീത്തൈൽ, ട്രൈഫ്ലൂറോമീത്തൈൽ, ഇതെല്ലാം മെറ്റാ ഡയറക്ടേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇനി ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഹാലജൻസ് വരെ Cl ടൈപ്പ് വരുമ്പോൾ, ഫ്ലോറിൻ അല്ല ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ വരുമ്പോൾ അത് അറ്റ് ദ ടൈം എന്താ പറയാ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്, പക്ഷെ ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. അതൊരു എക്സെപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇതിലേ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് നമുക്ക് സിന്തസൈസ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ഇതിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഏത് സബ്സ്റ്റിറ്റ്യൂന്റിനെ ഡിസ്കണക്ട് ചെയ്യും? ഡിസ്കണക്ട് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ബോണ്ട്, അതിനെയാണ് റെട്രോസിന്തസിലെ ഡിസ്കണക്ഷൻ എന്ന് നമ്മൾ. എല്ലാം റെട്രോസിന്തസിസ് നമുക്ക് അറിയാലോ, എല്ലാം ഇമാജിനറി ആയിട്ട് ചെയ്യുന്നതാണ്. അതായത് സിന്തസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റെട്രോസിന്തസിസ്. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിനെ ആദ്യം ഡിസ്കണക്ട് ചെയ്യണം? അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്രൊപ്പൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇതില് മറ്റൊരു COCH ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഗ്രൂപ്പിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം എന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ഒരു സ്റ്റേജ് ഇപ്പൊ ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്ന ഈ ഗ്രൂപ്പ് ആണെന്ന് കേൾക്കാം. അപ്പൊ ഈ ഗ്രൂപ്പിനെ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇതുണ്ട്. അപ്പൊ ഞാൻ റൂട്ട് A ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത് ഞാൻ റൂട്ട് A എന്ന് പറയും. അപ്പൊ റൂട്ട് A പ്രോസസ് ആണെങ്കിൽ ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നത് ഇതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഏതിനെയാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്? സിന്തസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ആ ഗ്രൂപ്പ് ആയിരിക്കും നമ്മൾ അവസാനം ആഡ് ചെയ്യുന്നത്. റെട്രോസിന്തസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിന്തസിസിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഡിസ്കണക്ട് ചെയ്യാണ്, ഈ ബോണ്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ ഇതിനെ നമ്മൾ വിടിയിച്ചു. അപ്പൊ ഈ ഗ്രൂപ്പ് ഓൾറെഡി അതിലുണ്ട്, COCH ഗ്രൂപ്പ് അതിലുണ്ട്. അപ്പൊ അത് വച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഈ ഗ്രൂപ്പിനെ വച്ചുകൊണ്ട് വേണം നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഈ ഗ്രൂപ്പ് ഡിസ്കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് ഡിസ്കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ രണ്ട് സിന്തറ്റിക് ഇക്വാലൻസ് കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിർത്തിക്കൊണ്ട് ഈ ഗ്രൂപ്പ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനോട്ട് ഈ ഗ്രൂപ്പിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് പോസിബിൾ എന്നുള്ളത് അപ്പൊ അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോ ഈ റൂട്ട് A ആണോ നല്ലത്, അല്ലെങ്കിൽ റൂട്ട് B ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് പോസിബിൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഓക്കെ, ഇതെന്തോ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, കാരണം നമ്മൾ ഗ്രൂപ്പ്സിന്റെ ഡയറക്റ്റ് നേച്ചർ നമ്മൾ ഇവിടെ നോക്കണം. അപ്പൊ ഇതില് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത, COCH3 ഗ്രൂപ്പിന്റെ പ്രത്യേകത, അത് ഏത് കാറ്റഗറിയിൽ വരുന്നത്? മെറ്റാ ഡയറക്ടേഴ്സ് ആ ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ ഓർത്തോപാര ഡയറക്റ്റീവ് ഗ്രൂപ്പാണോ? അപ്പൊ അതില് ഈ COCH3 എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മെറ്റാ ഡയറക്റ്റീവ് ഗ്രൂപ്പാണ്, അതായത് ഡീആക്ടിവേറ്റഡ് ഗ്രൂപ്പാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിന്, ഈ വരുന്ന ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് എങ്ങോട്ടായിരിക്കും ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്? ഇതിന്റെ മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ വന്നിട്ടായിരിക്കും ഈ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്ത് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് അതാണോ? അല്ല, നമ്മുടെ ടാർഗറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് അതിന്റെ മെറ്റാ പൊസിഷനിലോട്ട് വന്ന് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇതല്ല നമുക്ക് വേണ്ടത്. ഇനി റൂട്ട് B ആണെങ്കിൽ എന്താണ്? ഇത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് അസൈൽ ഗ്രൂപ്പിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് നമ്മൾ അസൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ഈ ഗ്രൂപ്പ് ആക്ടിവേറ്റ് ഗ്രൂപ്പാണ്, അതായത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അതായത് ഇൻകമിംഗ് ന്യൂക്ലിയോഫൈലിനെ അതിന്റെ ഓർത്തോ അല്ലെങ്കിൽ പാര പൊസിഷനിലോട്ടായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂന്റ് വരാൻ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും, കാരണം ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ നേരെ ഈ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈൽ എങ്ങോട്ട് വരും? അതിന്റെ പാര പൊസിഷനിലോട്ടായിരിക്കും നാച്ചുറലി പോകുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പാര പൊസിഷൻ? ഇതിന്റെ പാര പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൽ വന്നത് അറ്റാച്ച് ചെയ്യും. അതല്ലേ നമുക്ക് വേണ്ട മോളിക്യൂൾ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് വയബിൾ ആയിട്ടുള്ള റൂട്ട്? A ആണോ B ആണോ?
എ അല്ല, ബി ആണ് നമുക്ക് വയബിൾ ആയിട്ടുള്ള റൂട്ട്. അപ്പൊ നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഓർക്കേണ്ട കാര്യം അതിലുള്ള സബ്സ്റ്റിറ്റ്യുവൻസിന്റെ ഡയറക്റ്റീവ് നേച്ചർ നമ്മൾ ആദ്യം നോക്കണം, ചെക്ക് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, ഒരു റൂള്. അപ്പൊ ഡയറക്റ്റീവ് നേച്ചർ, ഇപ്പോൾ ഇതിലുള്ള സബ്സ്റ്റിറ്റ്യുവൻസ് ഡയറക്റ്റീവ് നേച്ചർ നോക്കിയിട്ട് വേണം നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ട് എങ്ങനെയാണ് നമ്മൾ സിന്തസൈസ് ചെയ്തത്? അപ്പൊ ഇതാണ് അതിന്റെ റെട്രോസിന്തറ്റിക് റൂട്ട്. അപ്പോൾ എ അല്ല ബി വഴിയാണ് നമ്മൾ അതിനെ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ റെട്രോസിന്തസിസ് എങ്ങനെയായിരിക്കും? നമ്മൾ ആദ്യം ബെൻസീൻ എടുക്കുക. ബെൻസീൻ എടുത്തിട്ട് ആദ്യം നമ്മൾ ഏത് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണം? ഈ ഗ്രൂപ്പാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഹാലൈഡ് വെച്ചിട്ട് അലുമിനിയം അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആൽക്കൈലേഷൻ നടത്തും. ഇതിനെയാണ് നമ്മൾ ഫ്രെഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അപ്പൊ ഫ്രെഡൽ-ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും? ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ ഈ ബെൻസീൻ റിങ്ങിലോട്ട് ആദ്യം അറ്റാച്ച് ചെയ്യും. അത് വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത വീണ്ടും അതേപോലത്തെ അസൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യണം. അസൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ ഫ്രെഡൽ-ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ എന്നാണ്. കണ്ടീഷൻസ് അത് തന്നെ. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആണ് അസൈൽ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് അതിന്റെ ഈ ഗ്രൂപ്പിനെ അത് ഈ ഗ്രൂപ്പുള്ള കാരണം അതിന്റെ പാരാ പൊസിഷനിലോട്ട് അത് ഡയറക്റ്റ് ചെയ്യും. ഈ പോലത്തെ കോമ്പൗണ്ട്. അപ്പൊ ഇതാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുമ്പോൾ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അതിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ ഡയറക്റ്റീവ് നേച്ചർ നമ്മൾ നോക്കണം. അതാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുമ്പോൾ ഒരു ഗൈഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഗൈഡ് ലൈൻ, നമ്മുടെ ആരോമാറ്റിക് കോമ്പൗണ്ടിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. മാത്രമല്ല അത് റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺ ഡെൻസിറ്റി വലിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ട് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അത് റിയാക്ഷന്റെ ഈൽഡ് കുറയ്ക്കും. അപ്പൊ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് തരുന്നത്. അപ്പൊ ന്യൂക്ലിയോഫൈൽ അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ റിംഗ് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം. അപ്പൊ നേരെ മറിച്ച് ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് അതിലുണ്ടെങ്കിൽ റിങ്ങിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അപ്പൊ ന്യൂക്ലിയോഫൈൽ അതിൽ വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കുറയും. അപ്പോൾ നമ്മുടെ റിങ്ങില് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ കഴിവതും എന്താ റെട്രോസിന്തസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെട്രോസിന്തസിസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ അവസാനമായിരിക്കും ഈ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അടുത്ത ഓരോ സ്റ്റേജിന്റെയും അതിന് ശേഷമുള്ള ഓരോ സ്റ്റേജിന്റെയും ഈൽഡ് കുറയും, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉള്ള കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈൽഡ് കൂട്ടാൻ വേണ്ടി എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സിനെ റെട്രോസിന്തസിസിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ റിമൂവ് ചെയ്യും. അതായത് സിന്തസിസിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിനെ നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും ആഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഈൽഡിനെ അത് ബാധിക്കില്ല. അപ്പൊ അതിനുവേണ്ടി ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡീആക്ടിവേറ്റഡ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സിന്തസിസിൽ അവസാനമായിരിക്കും ആഡ് ചെയ്യുന്ന, റെട്രോസിന്തസിൽ അതിനെ ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്യുക. അപ്പൊ ഇതിൽ ഈ ഒരു മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഡീആക്ടിവേറ്റഡ് ഗ്രൂപ്പ് ഉണ്ടോ നോക്കാം. ഡീആക്ടിവേറ്റഡ് ഗ്രൂപ്പ് ഇവിടെ നിന്ന് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും ഇതിൽ 2 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 നൈട്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ തന്നെ റിയാക്ഷൻ ഈൽഡ് കുറയും. ഹൈലി ഡീആക്ടിവേറ്റിംഗ് ആണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. 2 നൈട്രോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ ഈൽഡ് വീണ്ടും കുറയുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മോളിക്യൂൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ റെട്രോസിന്തസിസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ 2 നൈട്രോ ഗ്രൂപ്പിനെ ആദ്യം തന്നെ റിമൂവ് ചെയ്യുക. അപ്പൊ 2 നൈട്രോ ഗ്രൂപ്പ് ഈ ബോണ്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക, ഈ CN ബോണ്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീട് കിട്ടുന്ന മോളിക്യൂൾ എന്താണ്? ഇതായിരിക്കും. 2 നൈട്രോ ഗ്രൂപ്പ് പോയി. അപ്പൊ ഇതാണ്. പിന്നെ ഇതിൽ വേറെ ഏതെങ്കിലും ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടോ നോക്കാം. ഇതിൽ വേറെ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഇല്ല, പക്ഷേ ഇതിൽ ഒരു ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ മോളിക്യൂൾ സബ്സ്റ്റിറ്റ്യൂന്റ് വന്ന് അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത് സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓഫർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അടുത്ത സ്റ്റേജ് നമ്മൾ ആദ്യം നൈട്രോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തു. പിന്നത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓഫർ ചെയ്യുന്ന ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ നമ്മൾ കളയും. അപ്പൊ എന്തായി? ഈ ബോണ്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് കിട്ടി. അവസാനം നമുക്ക് വേണമെങ്കിൽ ഇത് മെത്തോക്സി ഗ്രൂപ്പ് ഇതിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യുക? OH ആക്കാം. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് മെറ്റാക്രൊസോ ആണ്. OH ഫിനോള് അതിന്റെ മെറ്റാ പൊസിഷനിൽ ഒരു CS ഗ്രൂപ്പ് തന്നെ നമ്മൾ അതിനെ മെറ്റാക്രൊസോ എന്ന് വിളിക്കും. ക്രൊസോ കാറ്റഗറിയിലുള്ള മോളിക്യൂൾ. അപ്പൊ ഈ മോളിക്യൂളിന്റെ സ്റ്റാർട്ടിംഗ് അമൗണ്ട് എന്ന് പറയുന്ന ക്രൊസോ, ഈ കേസിൽ മെറ്റാക്രൊസോ ആണ്. ഇനി അതിന്റെ സിന്തസിസ് എങ്ങനെയായിരിക്കും? അപ്പൊ ഇതിന്റെ നമ്മൾ സിന്തസിസ് പറയുമ്പോൾ ഇതായിരിക്കും അതിന്റെ സിന്തസിസ്. അപ്പൊ നമ്മൾ ആദ്യം ആൽക്കലേഷൻ ചെയ്യണം. അതായത് OH മാറ്റിയിട്ട് നമ്മൾ CH3 കൊണ്ടിടണം. അപ്പോൾ നമ്മൾ CH3 അപ്പം പല ഇത് റിയേജന്റ് വഴി നമുക്ക് OH-നെ ആൽക്കലൈറ്റ് ചെയ്യാൻ പറ്റും, ആൽക്കലേഷൻ ചെയ്യാൻ പറ്റും, ഡൈമീഥൈൽ സൾഫേറ്റ് വെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീഥൈൽ അയഡൈഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള റിയേജന്റ് ഇവിടെ ഉപയോഗിക്കാം.
അപ്പൊ ഇവിടെ ഞാൻ കാണിച്ച ഡൈമീഥൈൽ സൾഫേറ്റ് ആണ്. മീഥൈൽ അയഡൈഡും ഈക്വലന്റിറ്റി സക്സസ്ഫുൾ ആയി. അപ്പൊ എന്തായി, നമ്മൾ മീഥൈലേഷൻ ചെയ്തു OCH3. അപ്പൊ ഈ സ്റ്റേജ് കിട്ടി. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്, ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാം. അതെന്തായിരിക്കും, ആൽക്കൈലേഷൻ. ഫ്രീഡൽ ക്ലാസ് ആൽക്കൈലേഷൻ ആണ്. അപ്പൊ ഒരു ഇതിന്റെ ടെർഷറി ബ്യൂട്ടൈൽ ഹാലൈഡ്, ടെർഷറി ബ്യൂട്ടൈൽ ഹാലൈഡ് എടുക്കാം, അലുമിനിയം ക്ലോറൈഡ് വെച്ച് ആൽക്കൈലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ്സിന്റെ ഡയറക്റ്റ് നേച്ചർ നമ്മൾ നോക്കണം, എവിടെയായിരിക്കും ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്നതെന്ന് എന്നൊന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇതിന്റെ പാരാ പൊസിഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഓർത്തോ പൊസിഷൻ രണ്ടും ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. നാച്ചുറലി ഇത് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്, നൈട്രോ ഗ്രൂപ്പ്സ് ചെയ്യും. അരോമാറ്റിക് ഗ്രൂപ്പ്സിലോട്ട് നമ്മൾ എങ്ങനെയാണ് നൈട്രോ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നത്, ജനറലി ഓഫ് കോഴ്സ് നൈട്രേഷൻ ആണ് അതിനെ പറഞ്ഞു. അപ്പൊ നൈട്രേറ്റ് മിക്സ്ചർ വെച്ച് നമ്മൾ നൈട്രേഷൻ ചെയ്യാം. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ്സ് വന്ന് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ. അപ്പൊ ഇവിടെ ഞാൻ ഫോളോ ചെയ്ത ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, നമ്മുടെ ആരോമാറ്റിക് റിംഗിൽ ഹൈലി ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിനെ റെട്രോസിന്തറ്റിക് സ്റ്റേജിൽ അതിനെ ആദ്യമേ റിമൂവ് ചെയ്യുക. അതായത് സിന്തറ്റിക് സ്റ്റേജിൽ ആ ഡിയാക്ടിവേറ്റിംഗ് ഗ്രൂപ്പിനെ നമ്മൾ ഏറ്റവും അവസാനം ആഡ് ചെയ്താൽ മതി. അതാണ് രണ്ടാമത്തെ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ ഇത്ര ഗൈഡ് ലൈൻസ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ സബ്സ്റ്റിറ്റ്യൂന്റ് അമിനോ ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, OH വന്നാൽ, ആൽക്കഹോൾ വന്നാൽ, ആൽഡിഹൈഡ് വന്നാലും ഒന്നും അതിൽ അവിടെ ആക്ടിവേറ്റിംഗ് ഡിആക്ടിവേറ്റിംഗിന്റെ ഒന്നും വലിയ കാര്യമൊന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ റിംഗിൽ വരുമ്പോൾ, ആരോമാറ്റിക് റിംഗിൽ വരുമ്പോൾ അത് ചിലത് ആക്ടിവേറ്റിംഗ് ആവും, ചിലത് ഡീആക്ടിവേറ്റിംഗ് ആവും. അതപ്പോൾ അതാണ് നമ്മൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസിസ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ജനറലി രണ്ടാമത്തെ ഗൈഡ് ലൈൻ എന്ന് പറയും. ഈ മൂന്നാമത്തെ ഒരു ഗൈഡ് ലൈൻ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇന്റർ കൺവേർഷനെ കുറിച്ച് പറഞ്ഞു. അതായത് റെട്രോസിന്തസിസ് നമ്മൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പാക്കി കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനെയാണ് FGI എന്ന് പറയുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇന്റർ കൺവേർഷൻ എന്ന് നമ്മൾ വിളിച്ചിരുന്നത്. അപ്പൊ ജനറലി നമ്മൾ ആലിഫാറ്റിക് കോമ്പൗണ്ട്സിൽ FGI ഒക്കെ നമ്മൾ ചെയ്യും, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമ്മൾ FGI ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ചിലപ്പോൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായി, അതിനെ നമ്മൾ FGI ആക്കിയിട്ട് നമ്മൾ മറ്റൊരു ഗ്രൂപ്പ് ആക്കി മാറ്റുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഗ്രൂപ്പ് ചിലപ്പോൾ മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് ആഡ് ചെയ്യുമ്പോൾ ഈ എന്താ ചെയ്യാ, നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയറക്ഷൻ നേച്ചർ നമ്മൾ നോക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ FGI ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡയറക്ഷൻ നേച്ചർ മാറിപ്പോകും. ഓർത്തോ പാരാഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ചിലപ്പോൾ മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ വരേണ്ട രണ്ടാമത്തെ ന്യൂക്ലിയർ ഫയൽ വന്ന് അറ്റാച്ച് ചെയ്യേണ്ട പൊസിഷൻ എവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഫങ്ഷൻ ഗ്രൂപ്പ് ഇന്റർ കൺവേർഷൻ നോക്കണം. അപ്പോൾ ഓൾറെഡി രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് മെറ്റാ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ FGI ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ നാച്ചുറലി FGI ചെയ്തതിന് ശേഷം വേണം നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് ആഡ് ചെയ്യാൻ. ഇനി നേരെ മറിച്ച് രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് ഇതിന്റെ പാരാ പൊസിഷനിലാണെങ്കിൽ FGIക്ക് മുമ്പ് വേണം നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് ആഡ് ചെയ്യാൻ. കാരണം FGI ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ FGI ചെയ്യുമ്പോൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആയി മാറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നാച്ചുറലി അതിനുശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂന്റ് ആഡ് കഴിഞ്ഞാൽ മെറ്റാ പൊസിഷനിൽ പോകില്ല, പാരാ പൊസിഷനിലോട്ട് പോകില്ല. അപ്പോൾ ഗ്രൂപ്പ്സിന്റെ ഡയറക്ഷൻ നേച്ചറും അതേപോലെ തന്നെ FGI ചെയ്തിട്ട് ഗ്രൂപ്പ്സിന്റെ ഡയറക്ഷൻ നേച്ചർ എന്നിട്ട് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂന്റ് എപ്പോൾ വേണം ആഡ് ചെയ്യേണ്ടത്, FGIക്ക് മുമ്പാണോ FGIക്ക് ശേഷമാണോ ആഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ ഇതില് ഈ ഒരു മോളിക്യൂൾ, ഇതിപ്പോ ഇതില് ട്രൈഫ്ലൂറോമീഥൈൽ CF3 ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പാരാ പൊസിഷനിൽ ഹാലോജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഇതില് ഹാലോജൻ ഗ്രൂപ്പ് ഇവിടെ Cl വന്നിട്ട് അതിന്റെ പാരാ പൊസിഷനിലാണ്. CF3 എന്ത് ഗ്രൂപ്പാണ് അറ്റാച്ച്? CF3 ഗ്രൂപ്പ് ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ CF3 ഗ്രൂപ്പ് വച്ചുകൊണ്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റിംഗിലോട്ട് ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഇതിന്റെ മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും, ഇവിടെ വന്നായിരിക്കും അത് അറ്റാച്ച് ചെയ്യുന്നത്. ഇതല്ല നമുക്ക് കിട്ടുന്ന മോളിക്യൂൾ, നമുക്ക് വേറൊരു ഡിഫറെന്റ് മോളിക്യൂൾ ആയിരിക്കും കിട്ടുന്നത്. ഇനി ആരോമാറ്റിക് റിംഗിലോട്ട് ഡയറക്റ്റ് ആയിട്ട് CF3 ഗ്രൂപ്പിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് ഈ CF3 വെച്ചുകൊണ്ട് Cl ആഡ് ചെയ്താൽ മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും അത് പോകുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ഇത് വെച്ചുകൊണ്ട് നമുക്ക് Cl ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി CF3 ഗ്രൂപ്പിനെ നമുക്ക് ഒരിക്കലും റിംഗിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, CF3 ഗ്രൂപ്പിനെ നമ്മൾ FGI ചെയ്യണം, ഫങ്ഷൻ ഗ്രൂപ്പ് ഇന്റർ കൺവേർഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ CF3യെ CCl3 ട്രൈക്ലോറോ മീഥൈൽ ആക്കണം. ട്രൈക്ലോറോ മീഥൈൽ ആക്കിയതിന് ശേഷം മാത്രമേ അതിനെ പിന്നെ CF3 ആക്കാൻ പറ്റൂ. ഇനി CCl3 നോക്കുക, അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. CCl3 ഗ്രൂപ്പ് അഗെയിൻ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഇനി CCl3 വെച്ചുകൊണ്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്താൽ വീണ്ടും അതിന്റെ മെറ്റാ പൊസിഷനിലോട്ട് പോകും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ വീണ്ടും ഇനി CCl3 ഗ്രൂപ്പ് വീണ്ടും നമുക്ക് റിങ്ങിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. CCl3 ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ വീണ്ടും FGI ചേർത്ത് മീത്തൈൽ ഗ്രൂപ്പ് CH3 ആക്കണം. അത് CH3 ആയതിനു ശേഷം മാത്രമേ അതിനെ പിന്നെ ട്രൈക്ലോറോ മീത്തൈലും അതിനെ പിന്നീട് ട്രൈഫ്ലോറോ മീത്തൈൽ ആക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് CCl3 വെച്ചുകൊണ്ട് നമ്മൾ CL ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമ്മൾ CL അവിടെ തന്നെ വെച്ചു. CCl3 എന്ത് ചെയ്യണം, CH3 FGI ചെയ്ത് CH3. ഈ മീത്തൈൽ ഗ്രൂപ്പ് എന്താണ്? മീത്തൈൽ ഗ്രൂപ്പ് ഒരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, അതായത് അതൊരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് CL ഗ്രൂപ്പിനെ ഡിസ്കണക്ട് ചെയ്യാം. കാരണം ഇത് വെച്ചുകൊണ്ട് നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്താൽ നാച്ചുറലി ആ CL എങ്ങോട്ടായി പോകുന്നത്, ഒന്നുകിൽ ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ പാരാ പൊസിഷനിലോട്ടേ പോവുള്ളൂ, മെറ്റാ പൊസിഷനിലോട്ട് പോവില്ല. അപ്പൊ നേരെ മറിച്ച് CH3യെ CCl3 ആക്കിയതിനെ ക്ലോറിനെ ആഡ് ചെയ്താൽ കാര്യം മാറും, കാരണം അത് മെറ്റാ പൊസിഷനിലോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ CF3 ആക്കിയാലും എന്നിട്ട് ക്ലോറിനെ ആഡ് ചെയ്യാതെ അതിന്റെ മെറ്റാ പൊസിഷനിലോട്ട് പോകും. പക്ഷെ CH3 ആക്കി കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്താൽ അത് അതിന്റെ പാരാ പൊസിഷനിലോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ക്ലോറിൻ അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ക്ലോറിൻ ഡിസ്കണക്ട് ചെയ്തില്ല. ഇതിന് ശേഷം മാത്രം നമ്മൾ അതിനെ ക്ലോറിനെ ഡിസ്കണക്ട് ചെയ്തുള്ളൂ. അപ്പൊ ഡിസ്കണക്ട് ചെയ്തപ്പോൾ പിന്നെ എന്ത് കിട്ടി, ടൊളുവിൻ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ടൊളുവിൻ ആക്കിയിട്ട് അപ്പൊ ടൊളുവിൽ നിന്നാണ് ഈ മോളിക്യൂൾ നമ്മൾ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിന്തസിസ് എങ്ങനെയായിരിക്കും, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ടൊളുവിൻ എടുക്കുക, ടൊളുവിനെ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുക, നാച്ചുറലി അതിന്റെ പാരാ പൊസിഷനിലോട്ട് CL പോവും. പിന്നെ ടൊളുവിനെ എന്താ, ഈ മീത്തൈൽ ഗ്രൂപ്പിനെ നമ്മൾ എന്താക്കി മാറ്റും, CCl3 ആക്കി മാറ്റും. അതിനുശേഷം CCl3 ഗ്രൂപ്പിനെ CF3 ആക്കി മാറ്റും. ഇതാണ് അതിന്റെ സിന്തസിസ്. അപ്പൊ CH3 ടൊളുവിനിലോട്ട് ആരോമാറ്റിക് റിങ്ങിലോട്ട് ഡയറക്റ്റ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ഫെറിക്ലോറൈഡ് ആണ്. നമ്മൾ ഫെറിക്ലോറൈഡ് കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, CH3 ഉള്ള കാരണം അത് അതിന്റെ പാരാ പൊസിഷനിലോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ CH3 എന്താക്കി മാറ്റണം, ഇനി നമുക്ക് CH3 എന്താക്കി മാറ്റണം. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇനി CH3 എന്താക്കി മാറ്റണം, CCl3 ആക്കണം. CCl3 ആക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, ക്ലോറിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ കാറ്റലിസ്റ്റ് മാറും, PCl5 ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഈ റിയേജന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലോറിൻ ആരോമാറ്റിക് റിങ്ങിലോട്ടല്ല അറ്റാച്ച് ചെയ്യുന്നത്, നേരെ മറിച്ച് ഇതിലുള്ള സബ്സ്റ്റുവന്റിലോട്ടായിരിക്കും അത് പോകുന്നത്. അപ്പൊ അതെന്തായിട്ട് മാറും, CH3 3 ഹൈഡ്രജൻ മാറിയിട്ട് 3 ക്ലോറിൻ അവിടെ കയറി പിടിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്, CCl3. അപ്പൊ നമുക്ക് ഇത് കിട്ടി. CCl3 ഇനി എന്താകണം, CF3 ആക്കണം. അതിന് ആന്റിമണി പെന്റാഫ്ലൂറൈഡ് ഉപയോഗിക്കുക, SbF5 വെച്ചിട്ടാണ് അത് CF3 ആക്കണം. അപ്പൊ എന്ത് ചെയ്യും, ഇത് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിപ്പോ നമ്മൾ FGI ചെയ്യുമ്പോൾ ഗ്രൂപ്പ്സിന്റെ ഡയറക്റ്റ് നേച്ചർ മാറിപ്പോവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് അതനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഡയറക്റ്റ് നേച്ചർ ഉണ്ടെങ്കിൽ FGIക്ക് മുമ്പോ അല്ലെങ്കിൽ FGIക്ക് ശേഷം വേണം, അത് നമ്മുടെ ടാർഗറ്റ് മോളിക്യൂൾ അനുസരിച്ച് വേണം നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആഡ് ചെയ്യാൻ. ഇതാണ് മൂന്നാമത്തെ ആരോമാറ്റിക് കോമ്പൗണ്ട് സിന്തസിസ് മൂന്നാമത്തെ ഒരു റൂള്. ഈ റൂൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഓർഡർ തന്നെ നിങ്ങൾ പറയണമെന്നില്ല. നിങ്ങൾ ഫസ്റ്റ് റൂള് വേണമെങ്കിൽ ഇത് പറയാം, സെക്കൻഡ് റൂള് ഞാൻ പറഞ്ഞ ഗ്രൂപ്പ്സിന്റെ ഡയറക്റ്റ് നേച്ചർ പറയാം, അത് നിങ്ങളുടെ ഇഷ്ടം. അത് ഇങ്ങനെ പ്രത്യേകിച്ച് ഗൈഡ് ലൈൻ ഒന്നുമില്ല, ആദ്യം ഈ റൂള് പിന്നെ ഇതെന്താ റൂള്, അതൊന്നും അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ആദ്യം ഓർമ്മ വരുന്ന ഏതാണോ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം. അങ്ങനത്തെ ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. ഇത് മറ്റേ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ അതൊന്നും അല്ല ഇതല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഏത് റൂളാണോ ആദ്യം ഓർമ്മ വരുന്നത് അത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങും. ഇനി മറ്റൊരു കോമൺ നാലാമത്തെ റൂൾ എന്ന് പറയാം, ഇതൊരു ബൈഫിനൈലാണ്. രണ്ട് ഫിനൈൽ റിങ് ഒക്കെ ബൈഫിനൈൽ, രണ്ട് പെൻസിൽ റിങ് ഇത് ബൈഫിനൈലാണ്. അപ്പൊ ഇതിലോട്ട് ഒരു COH ഗ്രൂപ്പ് ഉണ്ട്, ഇതിൽ മറ്റൊരു സബ്സ്റ്റൻസ് അതേ റിങ്ങിലോട്ട് CL അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി COH ഗ്രൂപ്പ് ഒരിക്കലും നമ്മൾ ആരോമാറ്റിക് റിങ്ങിലോട്ട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ COH ഗ്രൂപ്പിനെ നമ്മൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, COH ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും, പിന്നെ അത് റീമർട്ടീവ്മെന്റ് റിയാക്ഷൻ, ഹൈ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ ഒക്കെ വേണം. ഇപ്പം ജനറലി നമുക്ക് അങ്ങനെ പോകണ്ട, നമുക്ക് ഈസി ആയിട്ട് സിന്തസിസ് ചെയ്യാം. അപ്പൊ നമ്മള് COH ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെയാണ് വരേണ്ടത്, COH ഗ്രൂപ്പ് ഡയറക്റ്റ് ആയിട്ട് ബെൻസീൻ റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു ഹാവ് ടു തിങ്ക് ഓഫ് എ ഗ്രൂപ്പ് വിച്ച് ക്യാൻ ബി ഈസിലി അറ്റാച്ച് ടു എ ബെൻസീൻ റിംഗ് ആൻഡ് ദെൻ വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു എ COH ഗ്രൂപ്പ്. അപ്പൊ അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കണം, നമുക്ക് മനസ്സിൽ വരുന്നത് CN നൈട്രൈൽ ആയിരിക്കും. കാരണം CN എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മുടെ റിങ്ങിലോട്ട് പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. CN ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് COH കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് COH ഗ്രൂപ്പിനെ FGI ചെയ്തിട്ട് നമ്മൾ CN ആക്കി മാറ്റും. ഓക്കെ, COH ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ, COH മെറ്റാ ഡയറക്റ്റിംഗ് ആണോ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണോ, COH ഗ്രൂപ്പ് നാച്ചുറലി മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ CL ഓർത്തോ പൊസിഷനിലാണ്. അപ്പൊ നാച്ചുറലി COH വെച്ചുകൊണ്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്താൽ അതിന്റെ മെറ്റാ പൊസിഷനിലോട്ടേ പോകുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ക്ലോറിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, ക്ലോറിൻ അങ്ങനെ വെച്ചു. CN ആക്കുക, വീണ്ടും CN ആക്കിയതിന് ശേഷം ഒന്ന് നോക്കാം, ഡയറക്റ്റിംഗ് വെച്ചു CN ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ. CN അഗെയിൻ ഡീആക്ടിവേറ്റിംഗ് ആണ്, അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്.
അപ്പോൾ ഇനിയും നമ്മളിവിടെ CL ഡിസ്കണക്ട് ചെയ്യരുത്, അതങ്ങനെ തന്നെ വെക്കുക. കാരണം CN വെച്ചുകൊണ്ട് CL ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി അതിന്റെ മെറ്റാ പൊസിഷനിലോട്ടേ പോകും. ഇനി CN എങ്ങനെയാണ് റിങ്ങിലോട്ട് ആഡ് ചെയ്യുന്നത്? CN ഡയറക്റ്റ് ആയിട്ട് റിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആലിഫാറ്റിക് ചെയിൻ ഒക്കെ ആണെങ്കിൽ CN ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ക്ലോറിൻ ആൽക്കൽ ഹാലൈഡ് എടുത്തിട്ട് സോഡിയം സയനൈഡ് വെച്ച് റിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NaCl എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ CN കയറി പിടിക്കും. പക്ഷെ ഇവിടെ ആരോമാറ്റിക് റിംഗ് ആണ്. ആരോമാറ്റിക് റിംഗിൽ നമ്മൾ അങ്ങനെ റിയാക്ഷൻ നടക്കില്ല. ആലിഫാറ്റിക് റിംഗ് പോലെ അത്ര എളുപ്പമല്ല ആരോമാറ്റിക് റിംഗിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. അപ്പൊ അതെന്താ ചെയ്യുന്നത്? CN റിംഗിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനെ FGI ചെയ്യണം. CN എങ്ങനെയാണ് ആരോമാറ്റിക് റിംഗിൽ അറ്റാച്ച് ചെയ്യുന്നത്? CN അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് CN എങ്ങനെയാണ് റിംഗിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്? CN നമ്മൾ FGI ചെയ്തിട്ട് നമ്മൾ ആദ്യം അമിനോ ഗ്രൂപ്പ് ആക്കണം. NH2 ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പിനെയാണ് നമുക്ക് CN ആക്കി മാറ്റാൻ പറ്റുന്നത്. NH2 ഗ്രൂപ്പ് ആക്കി മാറ്റും. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു. ആദ്യം COH ആണ് നമുക്ക് വന്നത്. COH FGI ചെയ്ത് CN ആക്കി. CN റിംഗിലോട്ട് വീണ്ടും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. CN എന്താക്കി മാറ്റി? NH2 ഗ്രൂപ്പ് ആക്കി. അപ്പൊ NH2 ഗ്രൂപ്പ് ആക്കി NH2നെ നമുക്ക് CN ആക്കി മാറ്റാം. CN പിന്നീട് COH ആക്കി മാറ്റാം. ഇനി NH2 ഗ്രൂപ്പ് എന്താണ്? ആക്ടിവേറ്റ് ചെയ്യാണ്, ഡീആക്ടിവേറ്റിംഗ് ആണ്. ആക്ച്വലി NH2 ഗ്രൂപ്പ് ഇസ് ഹൈലി ആക്ടിവേറ്റഡ് ഗ്രൂപ്പ്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ക്ലോറിനെ സെപ്പറേറ്റ് ചെയ്യാം. ക്ലോറിനെ നമുക്ക് വിടിക്കാം. അതായത് NH2 വെച്ചുകൊണ്ട് വേണം നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യാൻ. അപ്പോൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, റിയാക്ഷൻ ഈൽഡും കൂടും. നാച്ചുറലി ഇനി നമ്മൾ ഈ കാർബൺ ക്ലോറിൻ ബോണ്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ബൈഫിനാൽ അതിന്റെ 4th പൊസിഷനിൽ NH2 ഗ്രൂപ്പ് ഉള്ളത്. ഇനി NH2 ഗ്രൂപ്പ് എങ്ങനെയാണ് റിങ്ങിലോട്ട് ആഡ് ചെയ്യുന്നത്? NH2 ഗ്രൂപ്പേക്ക് ഡയറക്ട്ലി റിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. NH2 ഗ്രൂപ്പിനെ നൈട്രോ ഗ്രൂപ്പ് ആക്കി മാറ്റണം. NO2 ഗ്രൂപ്പ് ആക്കി മാറ്റും. NO2 ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമിനോ ഗ്രൂപ്പ് കിട്ടും. അപ്പൊ എന്താ ചെയ്യണം? നമ്മൾ വീണ്ടും ഒരു FGI ചെയ്യണം. NO2 ആവും. ഇനി NO2 ഗ്രൂപ്പ് എങ്ങനെയാണ് റിങ്ങിലോട്ട് ആഡ് ചെയ്യുന്നത്? നൈട്രേഷൻ ചെയ്താൽ മതി. ഒബ്വിയസ്ലി യു നോ. അപ്പോൾ അതുകൊണ്ട് ഇനി NO2 ഗ്രൂപ്പിനെ ഡിസ്കണക്ട് ചെയ്യുക. നമ്മൾ ബൈഫിനൈൽ ആയിട്ട് നമുക്ക് മാറി. ബൈഫിനൈൽ നമുക്കറിയാം ഈസിലി അവൈലബിൾ കോമ്പൗണ്ട് ആണ്. നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ഫിസിക്കൽ ലാബിൽ ചെയ്തിട്ടുള്ള ബൈഫിനൈൽ നാഫ്തലീൻ മിക്സ്ചർ ഒക്കെ. അപ്പൊ അതുകൊണ്ട് ബൈഫിനൈൽ ഈസിലി അവൈലബിൾ കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് റെട്രോസിന്തസിസ് നടത്താം. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, ടാർജറ്റ് മോളിക്യൂളിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ബൈഫിനൈലാണ്. അപ്പൊ നമ്മൾ ഇനി ബൈഫിനൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ബൈഫിനൈലിൽ നിന്ന് ഈ മോളിക്യൂളിനെ നമ്മൾ എങ്ങനെ സിന്തസൈസ് ചെയ്യണം? ഇതിന് നേരെ റിവേഴ്സ് ആയിരിക്കും അതിന്റെ സിന്തസിസ്. അപ്പൊ എങ്ങനെയായിരിക്കും? നമ്മൾ ബൈഫിനൈൽ എടുത്തു, നൈട്രിക് ആസിഡ് സൾഫറിക് ആസിഡ് വെച്ച് നൈട്രേഷൻ ചെയ്യുക. നൈട്രോ ഗ്രൂപ്പ് ഇവിടെ കയറി പിടിക്കും. പിന്നെ നൈട്രോ ഗ്രൂപ്പിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിന് ടിൻ HCl, സിങ്ക് HCl ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ടിൻ HCl ഉപയോഗിക്കാം. അപ്പൊ എന്തായി? ഈ NO2 ഗ്രൂപ്പ് അമിനോ ഗ്രൂപ്പ് ആവും, NH2 ഗ്രൂപ്പ് ആവും. ഇനി NH2 വെച്ചുകൊണ്ട് നമ്മൾ ക്ലോറിൻ, ഒരു ക്ലോറിനാണ് ഇതിലോട്ട് വരേണ്ടത്. നമ്മൾ അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്. അപ്പൊ അമിനോ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചവറ് പോലെ റിങ്ങിൽ ക്ലോറിൻ കയറി പിടിക്കും. അത് നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് വേണ്ട ഒരു ക്ലോറിനെ പാടുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അമിനോ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റി കുറച്ചൊന്ന് കുറയ്ക്കണം. അപ്പൊ അമിനോ ഗ്രൂപ്പിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ NHAC അസിറ്റൈൽ ഗ്രൂപ്പ്, അതെന്താ പറയുക, അസിറ്റിക് അൺഹൈഡ്രോളിസ് ഇതിനെ റിയാക്ട്. അപ്പൊ ടിൻ HCl വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ NH2 ആയിട്ട് മാറും. പിന്നെ ഇതിനെന്തായി? അസിറ്റിക് അൺഹൈഡ്രോ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അസിറ്റാനിലൈറ്റ് ആയിട്ട് മാറും. NHCOCH3 ആക്കി മാറും. അസിറ്റാനിലൈഡ് ആയിട്ട് മാറും. അപ്പൊ അസിറ്റാനിലൈഡും ഓർത്തോപാര ഡാർട്ടിങ് തന്നെയാണ്. പക്ഷെ NH2ന്റെ അത്രയും ആക്ടിവേറ്റിംഗ് ഇല്ല. അപ്പൊ അനിലിനെ നമ്മൾ അസിറ്റാനിലൈഡ് ആക്കി മാറ്റി. അതിനാണ് പക്ഷെ റെട്രോസിന്തസിൽ ആ സ്റ്റേജ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിന്തസിലായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ റെട്രോസിന്തസിൽ പ്രൊട്ടക്ഷൻ, ഡീപ്രൊട്ടക്ഷൻ ഒന്നും നമ്മൾ കാണിക്കില്ല. അത് നമ്മൾ സിന്തസിലാണ് അതിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അമിനോ ഗ്രൂപ്പ് ആവും. അത് ഞാൻ 2 സ്റ്റേജിലൊറ്റ ഇതായിട്ട് എഴുതിയെന്നുള്ളൂ. അത് അസിറ്റിക് അൺഹൈഡ്രേറ്റ് വെച്ച് എഴുതി. ഇതിനെ നമ്മൾ അസിറ്റാനിലൈഡ്, NH2 ഗ്രൂപ്പിനെ അസിറ്റാനിലൈഡ് ആക്കി മാറ്റി. ഇനി നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാം. ക്ലോറിൻ നമ്മൾ നേരത്തെ പറഞ്ഞ റിങ്ങിലോട്ട് ക്ലോറിൻ പിടിപ്പിക്കുന്നത് ക്ലോറിൻ ഇൻ പ്രോസസ് ഓഫ് ഫെറിക് ക്ലോറൈഡ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്ലോറിൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അസിറ്റാനിലൈഡ് അതിന്റെ ഓർത്തോ പൊസിഷനിലോട്ട് ക്ലോറിൻ കയറി പിടിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് ഈ ഗ്രൂപ്പിനെ നമ്മൾ ഇതിനെ നമ്മൾ ഡീപ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ HCl ആസിഡ് കണ്ടീഷൻ ഹൈഡ്രോളൈസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഈ ഗ്രൂപ്പ് ഹൈഡ്രോളൈസ് ചെയ്തും അത് തിരിച്ച് NH2 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇത് കിട്ടി. അപ്പൊ നമ്മൾ എവിടെ വരെ എത്തി? ഇവിടെ എത്തി. ഇനി നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം? NH2 ഗ്രൂപ്പിനെ നമുക്ക് നൈട്രൈൽ ആക്കി മാറ്റണം. എങ്ങനെയാണ് അമിനോ ഗ്രൂപ്പിനെ നൈട്രൈൽ ആക്കി മാറ്റുന്നത്?
അമിനോ ഗ്രൂപ്പിനെ നൈട്രൈൽ ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യുന്നത് ഏത് റിയാക്ഷൻ ആയിരിക്കും? ഡയസറ്റൈസേഷൻ റിയാക്ഷൻ ആണ്. ഡയസറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം നൈട്രൈറ്റ് NaNO2 NaHCl at 0°C ഐസ് കോൾഡ് കണ്ടീഷൻ എന്ത് ചെയ്യും? NH2 ഗ്രൂപ്പ് എന്തായിട്ട് മാറും? ഡൈസോണിയം സോൾട്ട് N2+Cl- ആയിട്ട് മാറും. വൺസ് അത് ഡൈസോണിയം സോൾട്ട് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു വെർസറ്റൈൽ ഗ്രൂപ്പാണ്. കാരണം അതിനെ നമുക്ക് പിന്നീട് എന്ത് ആക്കി മാറ്റാൻ പറ്റും? N2+Cl- നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, അസോബെൻസിൻ ആക്കി മാറ്റാം. അല്ലെങ്കിൽ ആ N2+Cl- മാറ്റി ഹാലജൻസ്, ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ കയറി പിടിപ്പിക്കാം. അല്ലെങ്കിൽ N2+Cl- അങ്ങനെ തന്നെ മാറ്റിയിട്ട് ഹൈഡ്രജൻ കയറി പിടിപ്പിക്കാം. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ N2+Cl ഡൈസോണിയം സോൾട്ടിനെ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് അമിനോ ഗ്രൂപ്പിനെ കയറി പിടിപ്പിക്കാം. അപ്പൊ നമുക്ക് ഒരു ലാർജ് സീരീസ് ഓഫ് റിയാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഡൈസോട്ടൈസേഷന്റെ ഒരു ഇതാണ്, വെർസറ്റൈൽ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? NH2 ഗ്രൂപ്പിനെ CN ആക്കി മാറ്റാൻ വേണ്ടി ആദ്യം അതിനെ ഡൈസോട്ടൈസ് ചെയ്യും. അപ്പൊ ഇത് N2+Cl-. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ CN ആക്കി മാറ്റണം. എങ്ങനെയാണ് ഡൈസോണിയം സോൾട്ടിനെ CN നൈട്രൈൽ ആക്കി മാറ്റുന്നത്? കുപ്രസൈനൈഡ് CuCN വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം? ഡൈസോണിയം സോൾട്ട് N2+Cl മാറിയിട്ട് അവിടെ CN കയറി പിടിക്കും. അതിന് വേണ്ടി ഞാൻ രണ്ട് സ്റ്റേജിലാണ് നടക്കുന്നത്. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ കാണിച്ചെന്നുള്ളൂ. അത് CN ആക്കി മാറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്? CN അപ്പൊ നമ്മൾ ഇവിടെ എത്തി. CN എന്താ ചെയ്യേണ്ടത്? COH ആക്കി മാറ്റണം. ഓക്കെ, അത് ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. ആസിഡ് ഹൈഡ്രോളിസ് അല്ലെങ്കിൽ ബേസ് ഹൈഡ്രോളിസ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ബേസ് ഹൈഡ്രോളിസ് ആണ് കാണിച്ചേക്കുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ CN എന്തായിട്ട് മാറും? COH ആക്കി മാറും. ഇതാണ് ഒരു ഇത്. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു ഗൈഡിൽ, അപ്പൊ ഇതിവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂൾ എന്ന് പറയുന്നത്, നമ്മുടെ ഗ്രൂപ്പ്സിൽ അമിനോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അമിനോ ഗ്രൂപ്പ് ആയതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അമിനോ ഗ്രൂപ്പ് ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഈ റിയാക്ഷന്റെ ഈൽഡ് നമ്മൾ കൂട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ NH2 വെച്ചുകൊണ്ട് നമ്മൾ പിന്നീട് ക്ലോറിൻ ആഡ് ചെയ്തത്. നാച്ചുറലി നമുക്ക് വേണ്ട ഡയറക്റ്റീവ് നേച്ചറും അതിന്റെ ഓർത്തോ പൊസിഷനിലോട്ടാണ് ക്ലോറിൻ വേണ്ടത്. അപ്പൊ ഞാൻ അമിനോ സ്റ്റേജിൽ വെച്ചിട്ട് ക്ലോറിൻ ആഡ് ചെയ്തു. അപ്പൊ അതാണ് ഇതിന്റെ നാലാമത്തെ റൂൾ എന്ന് പറയുന്നത്. അമിനോ ഗ്രൂപ്പ് ഒരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയത് കാരണം അത് ഫിനോൾ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും ഫിനോൾ ഗ്രൂപ്പ് ആയാലും ഒരേപോലെയാണ്. അപ്പൊ ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ റിയാക്ഷൻ അമിനോ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈൽഡ് കൂടും. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്ത മറ്റൊരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മറ്റൊരു റൂൾ. എനിക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് റിങ്ങിലുണ്ട്. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂന്റ് ഇപ്പൊ ആറും എക്സും നമ്മുടെ ബെൻസിൻ റിങ്, അതിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂൻസ് ആറും എക്സും ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ട് പറയുന്നുള്ളൂ. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂൻസും ഓർത്തോ പാരഡയറക്റ്റിക് ആണ് എന്ന് വിചാരിക്കുക. ആറ് ഓർത്തോ പാരഡയറക്റ്റിക് ആണ്, എക്സ് ആണെങ്കിലും ഓർത്തോ പാരഡയറക്റ്റിക് ആണ്. പക്ഷെ ഇതിന്റെ റിലേറ്റീവ് പൊസിഷൻ ഇപ്പൊ എങ്ങനെയാണ്? മെറ്റാ പൊസിഷനിലാണ്. ആറിന്റെ മെറ്റാ പൊസിഷൻ അല്ലെങ്കിൽ എക്സിന്റെ മെറ്റാ പൊസിഷനിലാണ് ആറ് ഇരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഓർത്തോ പാരഡയറക്റ്റിക് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പ്സ്, പക്ഷെ ഇതിന്റെ റിലേറ്റീവ് പൊസിഷൻ ബെൻസിൻ റിങ്ങിൽ മെറ്റയാണ്. അപ്പോൾ 6 വെച്ചുകൊണ്ട് നമ്മൾ എക്സ് ആഡ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? 6 വെച്ചുകൊണ്ട് എക്സ് ആഡ് ചെയ്താൽ ഒന്നുകിൽ അതിന്റെ ഓർത്തോ പൊസിഷനിലോട്ട് പോകും, അല്ലെങ്കിൽ പാര പൊസിഷനിലോട്ട് പോകും. ഒരിക്കലും മെറ്റാ പൊസിഷനിലോട്ട് പോകില്ല. ഇനി എക്സ് വെച്ചുകൊണ്ട് നമ്മൾ ആറ് ഗ്രൂപ്പ് ആഡ് ചെയ്താലോ വീണ്ടും ഇതേ സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് രണ്ട് ഓർത്തോ പാരഡയറക്റ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് റിലേറ്റീവ് മെറ്റാ പൊസിഷൻ ആയിട്ട് നിൽക്കുന്നത്? അതിനെ നമ്മൾ അമിനോ ഗ്രൂപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അമിനോ ഗ്രൂപ്പ് ഒരു ഡമ്മി ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ അവിടെ കേസിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനൊരു സിന്തസിസ് ആണ് ഇപ്പൊ ഞാൻ പ്രൊസീജിയർ ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ഗ്രൂപ്പ് ആർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ചോദിക്കാം, ഓർത്തോ പാരഡയറക്റ്റിക് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഈ ഗ്രൂപ്പിനെ, ഈ മോളിക്യൂളിനെ നമ്മൾ നൈട്രേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നൈട്രോ ഗ്രൂപ്പ് ആയിട്ട് മാറും. അപ്പൊ ഇത് നൈട്രോ ഗ്രൂപ്പ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആർ ഗ്രൂപ്പ് ഓർത്തോ പാരഡയറക്റ്റിക് ആയതുകൊണ്ട് നൈട്രോ ഗ്രൂപ്പ് അതിന്റെ പാര പൊസിഷൻ ഓർത്തോ പൊസിഷനിൽ ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? NO2 ഗ്രൂപ്പിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് അമിനോ ആക്കി മാറ്റാം. TnHCl സിങ്ക് HCl വെച്ചിട്ട് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈ NO2 ഗ്രൂപ്പ് NH2 ആയിട്ട് മാറും. ഇനി NH2 വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂന്റ് ഈ എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് ആഡ് ചെയ്യും. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ ഈ എക്സ് എങ്ങോട്ടുമായിരിക്കും പോകുന്നത്? എക്സ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇതിന്റെ രണ്ടിന്റെ റിയാക്ടിവിറ്റി ഒന്ന് നോക്കാം. ഏതായിരിക്കും ബെറ്റർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്? ആറാണോ അമിനോ ഗ്രൂപ്പ് ആണോ? നാച്ചുറലി അമിനോ ഗ്രൂപ്പ് ആയിരിക്കും ബെറ്റർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ആർ ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്, CH3 പോലുള്ള ഗ്രൂപ്പാണ്. ഈ ഫിനോളിക് ആണെങ്കിൽ പോലും OH ആണെങ്കിൽ പോലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ NH2 ഗ്രൂപ്പ് ഈസ് എ ബെറ്റർ ഇലക്ട്രോൺ ഡോണർ. ഇറ്റ് ഹൈലി ആക്ടിവേറ്റഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് രണ്ടാമത്തെ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈലിനെ NH2 എന്ത് ചെയ്യും? NH2ന്റെ മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും, അതിന്റെ ഓർത്തോ പൊസിഷനിലോട്ടായിരിക്കും അതിൽ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ NH2ന്റെ ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഇതായിരിക്കും. അത് ആറിന്റെ മെറ്റാ പൊസിഷനാണ്. അപ്പൊ എന്തായി? എക്സ് ആറിന്റെ മെറ്റാ പൊസിഷനിൽ ഒന്ന് അറ്റാച്ച് ചെയ്തു.
ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് കിട്ടി. ഇനി എന്താ നോക്കട്ടെ, ഈ ഗ്രൂപ്പിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ഈ ഗ്രൂപ്പിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ഡൈസർട്ടൈസേഷൻ. ആദ്യം ഡൈസർട്ടൈസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ H3PO2 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ പോയിട്ട് അവിടെ ഹൈഡ്രജൻ കയറി പിടിക്കും. അപ്പൊ എന്തായി? ഈ മോളിക്കൂൾ നമുക്ക് കിട്ടി. കേട്ടോ? അപ്പൊ ഇവിടെ NH2 ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? NH2 ഗ്രൂപ്പ് ഒരു ഡമ്മി ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് NH2 ഗ്രൂപ്പിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ട് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് റിലേറ്റീവ് മെറ്റാ പൊസിഷൻ ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മളിവിടെ NH2 ഗ്രൂപ്പിനെ ഒരു ഡമ്മി ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇതാണ് മറ്റൊരു റൂൾ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോ തൽക്കാലം ഓക്കെ, ഇതൊന്നും നോക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യും. ഈ മോളിക്യൂൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് മോളിക്യൂൾ എന്ന് എഴുതി. ഈ ഇതൊന്നും നോക്കണ്ട, ജസ്റ്റ് കൺസിഡർ ദിസ് മോളിക്യൂൾ. അസ്യൂം ദാറ്റ് ദിസ് ഈസ് അവർ ടാർഗറ്റ് മോളിക്യൂൾ. ഓക്കെ. അപ്പൊ ഇതിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് ഉണ്ട്? OH ഉണ്ട്, COH ഉണ്ട്, NH2 ഗ്രൂപ്പ് ഉണ്ട്. OH ഗ്രൂപ്പ് ആണെങ്കിലും COH ഗ്രൂപ്പ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ COH ഗ്രൂപ്പ് അരോമാറ്റിക് റിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. OH ഗ്രൂപ്പ് റിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും അത് ഡയറക്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ OH COH ഗ്രൂപ്പിനെ അങ്ങനെ തന്നെ നിലനിർത്തും, റിങ്ങിൽ റീറ്റെയിൻ ചെയ്യും. എന്നിട്ട് പിന്നെയുള്ള ഗ്രൂപ്പ് ഏതാ? NH2 ഗ്രൂപ്പാണ്. NH2 ഗ്രൂപ്പിനെ നമുക്ക് റിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ നമുക്കറിയാം. നൈട്രേറ്റ് ചെയ്യുക, നൈട്രേറ്റ് ശേഷം റിഡ്യൂസ് ചെയ്താൽ മതി. അപ്പൊ അത് പ്രശ്നമില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് പറയുന്നത്, ഇത് നമ്മൾ മറ്റൊരു റൂൾ എന്ന് പറയുന്നത്, റിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന കഴിവതും ആ ഗ്രൂപ്പ്സിനെ റീറ്റെയിൻ ചെയ്യുക. അത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോൾ ഓൾറെഡി ആ ഗ്രൂപ്പ്സ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പിനെ പിന്നീട് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ റിങ്ങിലോട്ട് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ്സിനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓൾറെഡി ഈ ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ ആ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ. ഓക്കെ. അപ്പൊ അതാണ് മറ്റൊരു റൂൾ. അപ്പൊ ഞാനിപ്പോ ഇതില് 3 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്: OH, COH, അമിനോ ഗ്രൂപ്പ്. OH, COH ആക്ച്വലി ഗ്രൂപ്പ്സിൽ ആഡ് ചെയ്യാൻ ആരോമാറ്റിക് റിങ്ങിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പ്സിൽ നിലനിർത്തിക്കൊണ്ട് എന്താ ചെയ്തത്? NH2 ഗ്രൂപ്പിനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ NH2 ഗ്രൂപ്പിനെ എങ്ങനെ ആഡ് ചെയ്യുന്ന? FGI ചെയ്യും, നൈട്രോ NO2 ഗ്രൂപ്പ് ആക്കി മാറ്റും. പിന്നീട് എന്താ ചെയ്യും? NO2 ഗ്രൂപ്പിനെ ഞാൻ ഡിസ്കണക്ട് ചെയ്യും. അപ്പൊ എനിക്ക് ഇത് കിട്ടി. ഇനി ഇത് ഏത് മോളിക്യൂളാ? ഇത് സാലിസിലിക് ആസിഡാ. അപ്പോൾ സാലിസിലിക് ആസിഡ് ഈസിലി അവൈലബിൾ കോമ്പൗണ്ടാ. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി ഇത് വെച്ചുകൊണ്ട് എനിക്ക് സാലിസിലിക് ആസിഡ് ഓൾറെഡി OH COH ഉണ്ട്. അപ്പൊ എത്ര സിന്തസിസ് എത്ര എളുപ്പമായി നോക്കുക. അപ്പൊ നേരെ മറിച്ച് ഞാനിപ്പോ ഇതിന് പകരം ഈ OH COH കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ ആ COH ഡിസ്കണക്ട് ചെയ്തു, അല്ലെങ്കിൽ OH ഡിസ്കണക്ട് ചെയ്തെന്നൊക്കെ ജസ്റ്റ് കൺസിഡർ ഹെഡ് ഏക്ക് ഐ ബി ഹാവിങ്. ഇതിനെ സിന്തസൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ ബുദ്ധിമുട്ടായിരിക്കും, എത്രയോ സ്റ്റേജ് പിന്നെ വേണ്ടി വരും, കുറെ സ്റ്റേജസ്, പ്രൊട്ടക്ഷൻ ഡീപ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടി വരും, ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പല പ്രോസസ്സും വേണ്ടി വരും. അപ്പൊ നേരെ മറിച്ച് OH COH നിലനിർത്തിക്കൊണ്ട് ഞാൻ ഇതിനെ മാത്രം NH2 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ കണ്ടോ, ആകെ 2 സ്റ്റേജിൽ എനിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ ഹാവ് സാലിസിലിക് ആസിഡ് ഇൻ മൈ ഹാൻഡ്. ഒരു ചീപ്പ് ഈസിലി അവൈലബിൾ കോമ്പൗണ്ട് ആണ്. അപ്പൊ പിന്നെ എന്താണ്, അതിൽ നിന്ന് നമുക്ക് സിന്തസൈസ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ഇത് ഞാൻ ഈ മോളിക്യൂളിന്റെ സിന്തസിസ് ആണ് ഞാൻ ഇപ്പൊ എഴുതിയേക്കണേ. നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സാലിസിലിക് ആസിഡ് എടുത്തു. സാലിസിലിക് ആസിഡിനെ നൈട്രേറ്റ് ചെയ്യാം. സാലിസിലിക് ആസിഡിനെ അപ്പോൾ നൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. ചില അത് പ്രൊട്ടക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം OH ഒരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, പക്ഷേ COH ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടിന്റെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് കാരണം പ്രൊട്ടക്ഷന്റെ ആവശ്യം അങ്ങനെ വരില്ല ഈ കേസിൽ. ഡയറക്റ്റ് ആയിട്ട് സാലിസിലിക് ആസിഡ് നൈട്രേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ കണ്ടീഷനിൽ നൈട്രിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വെച്ച് കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡിനെ നൈട്രേറ്റ് ചെയ്യാം. അപ്പോൾ നൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇതിന്റെ OHന്റെ മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും അത് പോകുന്നത്. അതായത് OHന്റെ പാരാ പൊസിഷൻ, COHന്റെ മെറ്റാ പൊസിഷനും OHന്റെ പാരാ പൊസിഷനിലോട്ടായിരിക്കും അത് പോകുന്നത്. ഓക്കെ. ഇനി യാതൊരു പ്രശ്നമില്ല. OHന്റെ ഇത് പാരാ പൊസിഷൻ, COHന്റെ ഇത് മെറ്റാ പൊസിഷൻ. അപ്പൊ അത് നാച്ചുറലി NO2 ഗ്രൂപ്പ് ഇവിടെ ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ഇനി NO2 ഗ്രൂപ്പിനെ എന്താ ചെയ്യുന്നത്? NO2 ഗ്രൂപ്പിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ടിൻ HCl, അയൺ HCl, സിങ്ക് HCl വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ട് NH2 കിട്ടും. ഈ മോളിക്യൂൾ നമുക്ക് കിട്ടി. ഞാൻ ബാക്കിയൊക്കെ ഇത് ഇത്രയും സ്റ്റേജ് കൂടിയത് ഞാൻ ഈ മോളിക്യൂൾ പറഞ്ഞോണ്ടാ. ഈ മോളിക്യൂൾ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എനിക്ക് ഈ മോളിക്യൂൾ സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോ സിമ്പിൾ. അപ്പോൾ ഗ്രൂപ്പ്സ് ആരോമാറ്റിക് റിങ്ങിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കഴിവതും ആ ഗ്രൂപ്പിനെ ഡിസ്കണക്ട് ചെയ്യാതെ
ബാക്കി ഗ്രൂപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓൾറെഡി ആ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഫങ്ഷൻ ഗ്രൂപ്പ്സ് ഉള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് അനദർ റൂൾ നമ്പർ 5. ഇനി മറ്റൊരു റൂൾ എന്ന് പറയുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ സൈഡ് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സൈഡ് റിയാക്ഷൻസ് വരികയാണെങ്കിൽ സൈഡ് റിയാക്ഷൻ കഴിവതും അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ റിയാക്ഷൻസ് ചെയ്യുക നമ്മൾ നോക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇതിലൊരു ഇതുണ്ട് CH2Cl ഉണ്ട്, ഇതിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട് NO2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് ഞാൻ NO2 ഗ്രൂപ്പിനെ ഞാൻ ഡിസ്കണക്ട് ചെയ്യുക എന്ന് കേട്ടു. അപ്പൊ ഈ ഗ്രൂപ്പ് CH2Cl, അതിനുശേഷം CH2 ഗ്രൂപ്പിനെ ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് രണ്ടാമത്തെ മറ്റൊരു റൂട്ട് എന്ന് പറയുന്നത് എന്താ, റൂട്ട് B ആണ്. അതായത് NO2 ഗ്രൂപ്പ് വെച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഞാൻ ഈ ഗ്രൂപ്പിനെ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ NO2 ഗ്രൂപ്പ് അവിടെയുണ്ട്, അവസാനമായിരിക്കും NO2 ഗ്രൂപ്പ് ഞാൻ ഡിസ്കണക്ട് ചെയ്യുന്നു. രണ്ടിലും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ സെയിം ആണ്. ഇതിലാണെങ്കിൽ ഈ റൂട്ടാണെങ്കിൽ ഞാൻ സിന്തസിസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ആദ്യം നൈട്രേറ്റ് ചെയ്തു NO2 ഗ്രൂപ്പ്, അതിനുശേഷം അതിലോട്ട് CH2Cl ഗ്രൂപ്പ് പിടിക്കും. ഇനി ഇതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എഗെയിൻ ഞാൻ ഈ മോളിക്യൂൾ എടുത്തു, അതിലോട്ട് ഞാൻ ആദ്യം CH2Cl പിടിപ്പിച്ചു, അതിനുശേഷം നൈട്രേഷൻ ചെയ്യാം. ഏതായിരിക്കും കൂടുതൽ വയബിൾ? ഇവിടെ ഡയറക്റ്റ് നേച്ചർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ 2 ഡയറക്റ്റ് നേച്ചർ നോക്കിയാൽ ഒരേ മോളിക്യൂൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും നമ്മൾ ഇത് ചെയ്യേണ്ടത്? അപ്പൊ ഇത് NO2 വെച്ചുകൊണ്ട് CH2Cl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും അത് പോകുന്നത്. ഇനി CH2Cl വെച്ചുകൊണ്ട് നമ്മൾ NO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഒരു മെറ്റാ ഡയറക്റ്റ് ഗ്രൂപ്പാണ്, അതിന്റെ മെറ്റാ പൊസിഷനിലോട്ടായിരിക്കും അത് പോകുന്നത്. ഇത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്, ഇത് ഡീആക്ടിവേറ്റിംഗ് ആണ്. ആക്ച്വലി ഇവിടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഏതായിരിക്കും കൂടുതൽ വയബിൾ? ഞാൻ ഫോളോ ചെയ്യുന്നത് റൂട്ട് B ആയിരിക്കും. എന്തുകൊണ്ട്? ഇതല്ല ഞാൻ ഇത് ചെയ്യുന്നത്, ഇത് ഞാൻ കട്ട് ചെയ്തു. എന്താ കാരണം? ഇതൊരു ലബൈൽ ഗ്രൂപ്പാണ്. ലബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എന്താ പറയാ, ഇതൊരു സെൻസിറ്റീവ് ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ ഇത് പിടിപ്പിച്ചുകൊണ്ട് ഞാൻ നൈട്രേറ്റ് ചെയ്യുന്നത്. നൈട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഹൈലി അസിഡിക് കണ്ടീഷൻ മിക്സ്ചർ ഉപയോഗിച്ചാണ്, നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാണ് നമ്മൾ നൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രയും അസിഡിക് കണ്ടീഷനിൽ ഈ ഗ്രൂപ്പ് വെച്ചുകൊണ്ട് നമ്മൾ നൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ ഗ്രൂപ്പ് ഹൈഡ്രലൈസ് ചെയ്തു, അതുപോലെ ആൽഡിഹൈഡോ CHO ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് NO2, അപ്പോൾ അതെന്താ, ഇത് പിടിപ്പിച്ചുകൊണ്ട് നമ്മൾ നൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈഡ് റിയാക്ഷൻസ് തരും. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്രൂപ്പ് മാറി വേറെ വല്ല ഗ്രൂപ്പായിട്ട് മാറും, CHO ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്, അപ്പൊ ആ റൂട്ട് ഞാൻ അവിടെ സൈഡ് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉള്ള കാരണം ഇത് ഞാൻ കട്ട് ചെയ്തു. ഇവിടെ സൈഡ് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഇല്ല. അതായത് ആദ്യം നൈട്രേഷൻ ചെയ്തു, അതിനുശേഷം ഈ ഗ്രൂപ്പ് പിടിപ്പിച്ചു, സെൻസിറ്റീവ് ആയിട്ട് ഗ്രൂപ്പ് ഞാൻ പിടിപ്പിച്ചു. അപ്പോൾ ഐ വിൽ ബി ഫോളോയിങ് റൂട്ട് B. അപ്പോൾ CH2Cl is easily oxide to aldehyde CHO. So nitration condition may destroy. അപ്പോൾ നമ്മൾ നൈട്രേഷൻ കണ്ടീഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനെ അത് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂട്ട് A അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, റൂട്ട് B ആയിരിക്കും. അപ്പോൾ ഈ മോളിക്യൂൾ എങ്ങനെ സിന്തസൈസ് ചെയ്യുന്നത്? ആദ്യം ഈ മോളിക്യൂൾ എടുത്തു, ആദ്യം നൈട്രേഷൻ ചെയ്തു, അതിനുശേഷം CH2Cl ഞാൻ പിടിപ്പിച്ചു. CH2Cl പിടിപ്പിക്കാൻ ഇതാണ്, ഈ ഒരു റിയാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്, ഫോർമാൽഡിഹൈഡും HCl-ഉം സിംക്ലോറൈഡും. അപ്പൊ ഇതാണ് ആരോമാറ്റിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട നമ്മൾ ചില ഗൈഡ് ലൈൻസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന വാട്ട് ആർ ദി ഗൈഡ് ലൈൻസ് ഫോർ സിന്തസൈസിങ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ എക്സാമ്പിൾ പറഞ്ഞ് വേണം ഓരോ സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓരോ ലൈൻ എന്ന് പറയുമ്പോൾ ഓരോ ലൈനായിട്ട് എഴുതിയാൽ മതി, റൂള് ഒരു ലൈനായിട്ട് എഴുതിയാൽ മതി. അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുക്കാം. എക്സാമ്പിൾ കൊടുക്കുമ്പോൾ റെട്രോസിന്തസിസ് പറയുമ്പോൾ നമ്മൾ അതിന്റെ റെട്രോസിന്തസിസ് കാണിക്കണം, അതിനുശേഷം അതിന്റെ സിന്തസിസും കൂടി പറയണം. എക്സ്പ്ലനേഷനും വേണ്ട സിന്തസിന്റെ റെട്രോസിന്തസിനെ, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി, റിയാക്ഷൻ ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, സ്റ്റെപ്പ് ഓരോ റൂള് ജസ്റ്റ് വാക്കുകൊണ്ട് എഴുതാം, ഒരു ലൈൻ ആയിട്ട് എഴുതിയാൽ മതി. അതിനുശേഷം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസ് ആയിട്ട് ഓരോ എക്സാമ്പിൾ വെച്ച് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സിന്തസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് റെട്രോസിന്തസിൽ കേട്ടോ. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇതോടെ നമുക്ക് നിർത്താം. നമ്മൾ റെട്രോസിന്തസിൽ മറ്റൊരു ക്ലാസ്സിൽ പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.